അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, വസന്ത് ഉന്നയിച്ച കാര്യങ്ങൾക്ക് സവർക്കറെ ഉദ്ധരിച്ച അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ല, എന്താ കോൺഗ്രസ്സുകാരെ പ്രശ്നം എന്താ അറിയാം? അവരെ ചരിത്രം തെറ്റായ രീതിയിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാ നെഹ്റുവും കുടുംബവും കൂടി ചെയ്തൊപ്പിച്ച പണിയെന്നാണ് അവരുടെ ധാരണ. ഈ രാജ്യത്ത് നിന്ന് കാണുന്നതൊക്കെ നെഹ്റു കുടുംബം സൃഷ്ടിച്ചതാണെന്നാണ്. 1946 കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ച കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. ഇതൊന്നും കോൺഗ്രസ്സുകാർക്ക് അറിയില്ല. അവരെ പഠിപ്പിച്ചിട്ടില്ല. ഈ കോൺഗ്രസ്സുകാർക്ക് പറ്റി അവർ ചരിത്രത്തിൽ അവരെ സെലക്റ്റീവായിട്ടാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എന്താ പറയുക ഏറ്റവും വലിയ അധ്യായങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പശ്ചിമ ബംഗാളിൽ വട്ടപൂജ്യമായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വലിയ സംഭവ വികാസങ്ങൾക്ക് ക്വിറ്റ് ഇന്ത്യ സമര പ്രഖ്യാപനത്തിനൊക്കെ സാക്ഷ്യം വഹിച്ച ബോംബെ, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം മഹാരാഷ്ട്രയിലൊക്കെ ഇപ്പം 4ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തോ ആയി അല്ലേ? ബോംബെയിലും ബംഗാളിലുമൊക്കെയാണ് സ്വാതന്ത്ര്യ സമരം കത്തിപ്പടർന്നത്. അവിടെ മഹാത്മജിയും നെഹ്റുവുമൊക്കെ തമ്പടിച്ച് താമസിച്ച സ്ഥലങ്ങളാണ് ബോംബെയുമൊക്കെ. അവിടെ നിന്ന് കോൺഗ്രസ് ഇല്ലാണ്ടായിരിക്കുക. 4ാം അതായത് BJP കഴിഞ്ഞ്, ശിവസേനയുടെ ഒരു കഷ്ണം കഴിഞ്ഞ്, NCPയുടെ ഒരു കഷ്ണം കഴിഞ്ഞ്, പിന്നെ ഉദ്ധവ് ഠാക്കറെയും കഴിഞ്ഞ് 15 സീറ്റോടെ 5ാം സ്ഥാനത്തോ മറ്റോ ആണ്. കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത് വളർന്നു വരുന്ന തലമുറ ഇതൊക്കെ സൂക്ഷ്മമായി പരിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് ആരാണ് ഭരണഘടനയെ നശിപ്പിക്കാൻ ശ്രമിച്ചത്? ആരാണ് ജുഡീഷ്യറിയുടെ പ്രവർത്തനത്തിലുള്ള അതിൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ ശ്രമിച്ചത്? ഇതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തവണ ഈ ഭരണഘടന ഭേദഗതി ചെയ്ത് കുഴപ്പത്തിലാക്കിയത് ആരാന്ന് അതും അവർ പഠിച്ചിട്ടുണ്ട്. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറെ പാർലമെന്റിൽ പോലും എത്തിക്കില്ല എന്ന വാശിയിൽ ഓരോ തവണയും അദ്ദേഹത്തെ മഹാരാഷ്ട്രയിലും ബോംബെയിലും വെച്ച് തോൽപ്പിച്ചത് ആരാണെന്നും ഈ രാജ്യത്തെ ജനങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർക്ക് ഉചിതമായൊരു സ്മാരകം ഇപ്പോഴാണ് പണിതുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 5 സ്ഥലങ്ങൾ പഞ്ചതീർത്ഥങ്ങളാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ ദേശീയ എന്താ പറയുക ഒരു പ്രാധാന്യമുള്ള കേന്ദ്രങ്ങളായി വളർത്തിയെടുത്തത് ഇപ്പോഴാണ്. അപ്പോൾ ഇവരെ പഠിപ്പിച്ചത് ഇതൊക്കെ നെഹ്റു കുടുംബമാണെന്ന് പഠിപ്പിച്ചതിൻ്റെ കുഴപ്പമാണ്. ആ കുഴപ്പത്തിൽ കിടന്ന് ഉഴലുകയാണ്. ഇപ്പം ഇന്ന് കണ്ടില്ലേ പ്രസംഗം? സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ പേര് പോലും അറിയില്ല, അതുപോലും തെറ്റിച്ചിട്ടാണ് പറയുന്നത്.